പാലക്കാട് അഗളിയിൽ ശിവരാത്രി ആഘോഷത്തിനിടെ ക്ഷേത്രത്തിൽ കൂട്ടത്തല്ലുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞു, യുവാക്കൾ തമ്മിലുള്ള തർക്കം, അതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അടിയോടടിയായിരുന്നു. അഗളിയിലെ അടിയാണ് പ്രേക്ഷകർ കണ്ടത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈ അടിയൊക്കെ നമ്മൾ ക്യാമറ കൊണ്ടുപോയി ഷൂട്ട് ചെയ്തില്ലേ നമുക്ക് കിട്ടത്തില്ല. ഇപ്പം അങ്ങനെയല്ല, അടി നടക്കുമ്പോൾ തന്നെ ഈ ആളുകളെ എൻഗേജ് ചെയ്തിരിക്കുന്നില്ല. ഇത് ഷൂട്ട് ചെയ്യാനും ആളുകളുണ്ടാവും. കാര്യം മൊബൈൽ പകർത്തും ആൾക്കാർ. ഇതിനാവശ്യം വരുമല്ലോ, സോഷ്യൽ മീഡിയയിലും TV ചാനലിലൊക്കെ ഇത് വരും. കാരണം എന്ത് ക്ലോസ് റേഞ്ചിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ ടെലിഫോണിൽ ചേരുന്നു. ശ്രീജിത്തെ, അട്ടപ്പാടിയിലെ അഗളിയിൽ നടന്ന ഈ സംഭവം എന്തിൻ്റെ കാരണത്താലാണ്? പോലീസൊക്കെ വന്ന് ഇടപെട്ട് ശാന്തരാക്കിയോ അവരെ? SKM സാധാരണ പൂരങ്ങൾക്കും ഉത്സവങ്ങൾക്കും വേലകൾക്കും ഒക്കെ ഉണ്ടാകുന്ന തർക്കം അത് മദ്യപാനത്തിന്റെ പേരിൽ തന്നെയാണ്. മദ്യപിച്ചെത്തിയ രണ്ടുപേർ തമ്മിലുണ്ടായ തർക്കം പിന്നീട് രണ്ട് സംഘങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. പോലീസ് എത്തി രംഗം ശാന്തമാക്കി. പക്ഷേ വനിതാ പോലീസ് എത്തുമ്പോഴും അവരെ കയ്യേറ്റം ചെയ്യാനടക്കം ശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നത്. അഗളി മല്ലീശ്വര ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം വലിയ ഉത്സവമാണ്. അതിന്റെ ഭാഗമായാണ് ഇരു സംഘങ്ങൾ തമ്മിൽ ക്ഷേത്രത്തിന്റെ വളപ്പിനകത്ത് വെച്ചാണ് ഇത്തരത്തിൽ സംഘർഷം നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നല്ല രീതിയിൽ എല്ലാവർക്കും തല്ല് കിട്ടിയിട്ടുണ്ട്. പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ പോലീസ് കാര്യമായ രീതിയിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിൽ കടന്നിട്ടില്ല. ചില ആളുകളെ പോലീസ് തിരയുന്നുണ്ടെന്ന് പറയുന്നു. ആരെയും ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും ഇപ്പോഴും പലരും കെട്ടിറങ്ങിയിട്ടില്ല. മദ്യപിച്ചതിന്റെ ലഹരി അവർക്ക് വിട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അവരെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്യും. കേസടക്കമുള്ള മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്.